അങ്ങനെ നീണ്ട 2.5 വർഷങ്ങൾ, അല്ലെങ്കിൽ 900-ലധികം ദിവസങ്ങൾ. പ്രവാസ ലോകത്തെ ഈ തിരക്കുകൾക്കിടയിൽ കലണ്ടറിൽ ഓരോ ദിവസവും വെട്ടിമാറ്റുമ്പോൾ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ: ഇനി എന്ന് തിരിച്ചെത്തും എൻ്റെ നാട്ടിലേക്ക്. അങ്ങനെ ഇപ്പോൾ ആ കാത്തിരിപ്പിന് അവസാനമാവുകയാണ്. മാർച്ച് 20th. ഹലോ. അപ്പോൾ കുറേ കാലമായി ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട് എപ്പോഴും എടുക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നേ. ഒന്നിനും സമയം കിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്ത് ചെയ്യാനാ, ഷിഫ്റ്റും കാര്യമൊക്കെ ആയിട്ട് അങ്ങനെ പോവായിരുന്നേ. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് പ്രത്യേക റീസൺ ഉണ്ട്. ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാൻ നാട്ടിൽ പോവാണ്. ഞാനിപ്പോൾ UK വന്നിട്ട് 2.5 വർഷം കഴിഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നാട്ടിൽ ലീവിന് പോവാം. ഞാൻ വീട്ടുകാരോടൊന്നും പറഞ്ഞിട്ടില്ല. സർപ്രൈസ് ആയിട്ടോ പോകുന്നത്. അപ്പോൾ അവരുടെ റിയാക്ഷനും കാര്യമൊക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പം ഞാൻ സാധനമൊക്കെ കുറച്ച് വാങ്ങിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ വന്നപ്പം മുതൽ കുറച്ച് സാധനമൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടി വെച്ച ഇതിരിപ്പുണ്ട്. പിന്നെ അല്ലാണ്ട് കുറച്ച് പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട് പോയായിരുന്നു. അപ്പം പെട്ടി പാക്ക് ചെയ്യുന്നത് ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൽ നിന്ന് അന്ന് പാക്ക് ചെയ്ത് കൊണ്ടുവന്ന പെട്ടി വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഒന്നും കൂടെ പൊടിയൊക്കെ തട്ടി എടുത്തതാട്ടോ. അല്ലേലും നാട്ടിലേക്ക് പോകാൻ പാക്ക് ചെയ്യുന്ന പെട്ടിക്ക് എപ്പോഴും ഓവർ വെയിറ്റ് ആയിരിക്കുമല്ലേ? കാരണം അതിൽ കൊണ്ടുപോകുന്ന സാധനങ്ങളെക്കാൾ കൂടുതൽ നമ്മുടെ ഓർമ്മകളും സ്നേഹവും അതിൽ നമ്മൾ തന്നെ കുത്തിയിറക്കുന്നത് കൊണ്ടാവാം. പിന്നെ ഇതിൽ പാക്ക് ചെയ്യുന്നത് വെറും ഡ്രസ്സും ചോക്ലേറ്റും മാത്രമല്ല കേട്ടോ, മറിച്ച് ഇവിടെ ഒറ്റയ്ക്കിരുന്ന് അനുഭവിച്ച സങ്കടങ്ങളും നാട്ടിലേക്ക് പോകാൻ കൊതിച്ച രാത്രികളും എല്ലാവരെയും കാണാനുള്ള സ്വപ്നങ്ങളും കൂടിയാട്ടോ. ഫൈനലി ആ ദിവസം വന്നെത്തി. അങ്ങനെ റെഡി ആയിട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടും കൂടിയുണ്ട്. ഞങ്ങൾ UK ഒന്നിച്ചായിരുന്നേ വന്നത്. അപ്പോൾ തിരിച്ച് നാട്ടിൽ പോകുന്നതും ഞങ്ങൾ ഒന്നിച്ച് തന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. അങ്ങനെ ഞാൻ രാവിലെ തന്നെ അവളുടെ വീട്ടിലോട്ടാട്ടോ പോയത്. അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ താഴത്തേക്ക് കൊണ്ടുവരും കേട്ടോ. അത് കഴിഞ്ഞ് ഊബറൊക്കെ വിളിച്ച് നേരെ എയർപോർട്ടിലോട്ടുള്ള യാത്ര. പോകുന്ന വഴിക്ക് മനസ്സിൽ1000 ചിന്തകളായിരുന്നു. ഒരു വശത്ത് നമ്മൾ ഇത്രയും നാൾ നിന്ന സ്ഥലം വിട്ടു പോകുമ്പോൾ ഉള്ളൊരു വിഷമവും, മറുവശത്ത് എല്ലാവരെയും കാണാനുള്ള സന്തോഷവും ആവേശമൊക്കെ ആയിരുന്നേ. എയർപോർട്ടൊക്കെ എത്തി നേരെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോവാണേ. ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തിരിക്കുവാണേ. ഇങ്ങനെ ഫ്ലൈറ്റൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുമ്പം മനസ്സിൽ1000 ചിന്തകളായിരിക്കും കേട്ടോ. നമ്മൾ നാട്ടിലെത്തുന്നതും എല്ലാവരും നമ്മളെ കാണുമ്പോൾ ഉള്ള റിയാക്ഷനും പിന്നെ ഇത്രയും നാൾ കൂടി നമ്മൾ നമ്മുടെ നാടൊക്കെ കാണാൻ പോവാണ്. അപ്പം ആ ഒരിത് ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞറിയിക്കാൻ നമുക്ക് പറ്റത്തില്ല. ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. അതിനിടയ്ക്ക് കുറേ ടേക്ക് ഓഫും ലാൻഡിങ്ങും ഒക്കെ കണ്ടു കേട്ടോ. പുറത്തേക്ക് നോക്കിയിരുന്ന സമയം പോയത് അറിഞ്ഞുമില്ല. സ്ക്രീനിൽ നോക്കിയപ്പോൾ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുവാണേ. ചുറ്റും നോക്കുമ്പോൾ എന്നെപ്പോലെ കുറേ പേരെ കാണാം. ചിലരുടെ കണ്ണിൽ തിരികെ പോകേണ്ടി വരുമെന്ന സങ്കടവും മറ്റു ചിലരുടെ കണ്ണിൽ വീട്ടിലെത്താനുള്ള ആവേശവും. ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറാൻ സമയമായേ. അങ്ങനെ വലതുകാല് വെച്ച് തന്നെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറി. ഞങ്ങളുടെ സീറ്റ് ഏറ്റവും പുറകിലായിട്ടായിരുന്നേ. എല്ലാവരും ഓരോരുത്തരുടെ സീറ്റിലിരിക്കാനുള്ള തിരക്കിലായിരുന്നു. അപ്പം ഞങ്ങളും ഏറ്റവും ബേക്കിലോട്ട് നടന്ന് ഞങ്ങളുടെ സീറ്റിലെത്തി. എനിക്ക് കിട്ടിയത് വിൻഡോ സീറ്റായിരുന്നേ. അപ്പം ഞങ്ങളുടെ ലഗേജൊക്കെ എടുത്ത് മേലെ വെച്ചു. ഞങ്ങൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. ഹെഡ്സെറ്റൊക്കെ എടുത്ത് വെച്ച് സ്ക്രീനിൽ ഓരോരോ സിനിമ തപ്പിക്കൊണ്ടിരിക്കുവാണേ. മലയാള സിനിമ കുറവായിരുന്നു. പിന്നെ കണ്ട ഏതോ ഒരു സിനിമ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചു കേട്ടോ. കണക്ഷൻ ഫ്ലൈറ്റാണ്. മസ്കറ്റിലാണ് ലേ ഓവർ. അപ്പം ഇനി അങ്ങോട്ട് ഫ്ലൈറ്റിൽ 8 മണിക്കൂറോളം യാത്രയുണ്ട്. വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ലണ്ടനിലെ വെളിച്ചങ്ങളൊക്കെ മാഞ്ഞു കേട്ടോ. പകരം ഇപ്പോൾ ആകാശവും മേഘങ്ങളും ഒക്കെയാണ്. ഒരു 1.5 അവർ കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് എത്തിയായിരുന്നേ. മെയിനായിട്ട് എഗ്ഗ്, സോസേജ്, പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ്, ഡെസേർട്ടൊക്കെ ആയിരുന്നേ. ഞാൻ കോഫിയാണ് പറഞ്ഞത്. ഫ്ലൈറ്റിൽ നിന്ന് എന്തോ കോഫി കുടിക്കാനപ്പോൾ തോന്നിയത്. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. എനിക്ക് ഡെസേർട്ട് അത്ര ഇഷ്ടമായില്ല കേട്ടോ. ഞാൻ നല്ല മധുരമെന്ന് വിചാരിച്ചാണ് കഴിച്ചത്, പക്ഷെ പുളിയായിരുന്നേ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീണ്ടും പുറത്തേക്ക് നോക്കി കുറേ നേരം ഇങ്ങനെ ഇരുന്നു. ലാൻഡിങ്ങിന് ഒരു 2 അവർ മുമ്പ് സ്നാക്കും കൂടി ഉണ്ടായിരുന്നേ. മസ്കറ്റ് എത്തിയേ.
ഇവിടെ ഞങ്ങൾക്ക് ഏകദേശം 7 hours അടുത്ത് ലേ ഓവർ ഉണ്ട്. അപ്പം നെക്സ്റ്റ് ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്ത് അത്രയും ടൈം അവിടെ ഇരിക്കണം. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് വിശന്നപ്പോൾ ഞങ്ങൾ മക്ഡൊണാൾഡ്സിൽ പോയി ഒരു ബർഗറൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ വെറുതെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മിററിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഇത്രയും ടൈം ഉണ്ടല്ലോ അപ്പം എയർപോർട്ടിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് നടന്നൊന്ന് കറങ്ങിയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എയർപോർട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ആകെ കുറച്ച് ദിവസമല്ലേ ലീവുള്ളൂ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. എന്നാലും ഉള്ള സമയം സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. ആരോടും പറയാതെ സർപ്രൈസ് ആയിട്ടാണല്ലോ നാട്ടിൽ പോകുന്നത്. അപ്പം എന്നെ കാണുമ്പോൾ അവരുടെ റിയാക്ഷനൊക്കെ എന്താണെന്നിങ്ങനെ ആലോചിച്ചിരിക്കുക കേട്ടോ. ഏകദേശം 7 hours ശേഷം അടുത്ത ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാണേ. അപ്പോൾ ഇത് ലാസ്റ്റ് ഫ്ലൈറ്റ് ആണല്ലോ. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ നാട്ടിലോട്ട് എത്തുവാണല്ലോ, അതും ഇത്രയും നാളുകൾക്ക് ശേഷം. ഈ ഫ്ലൈറ്റിലും വിൻഡോ സീറ്റ് തന്നെയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ പുറത്ത് ഇതാ നമ്മുടെ ലഗേജൊക്കെ ഫ്ലൈറ്റിലോട്ട് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നത് നോക്കിയിരുന്നേ. ഇനി ഒരു 4 hours അടുത്ത് ജേണി, അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലെത്താൻ പോവാണ്. സ്ക്രീനിൽ മാപ്പൊക്കെ എടുത്ത് എത്ര ടൈം ഉണ്ട്, എപ്പോൾ നാട്ടിലെത്തും, ഏതൊക്കെ സ്ഥലത്തിൻ്റെ മേൽക്കൂടെ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ. പിന്നെ ഏകദേശം 4 hours ജേണി ഉണ്ടല്ലോ, അപ്പോൾ ഒരു ഫിലിം കാണാമെന്ന് വിചാരിച്ച് ഞാൻ അവതാറാട്ടോ കണ്ടത്. പണ്ട് കണ്ടതാ, എന്നാലും ഒന്നും കൂടി ഇരുന്ന് കണ്ടു. പിന്നെ ഫിലിമൊക്കെ കണ്ടു തീർന്നപ്പോഴേക്ക് ലാൻഡ് ചെയ്യാനുള്ള സമയമായിരുന്നേ. ഈ ഫ്ലൈറ്റിലും കിട്ടിയ ഫുഡ് നമുക്ക് ആദ്യം കിട്ടിയ പോലൊക്കെ തന്നെയായിരുന്നേ. എഗ്ഗും പൊട്ടറ്റോയും കുറച്ച് പീസും കട്ട് ഫ്രൂട്ട്സും ബന്നും കോഫിയൊക്കെ ആയിരുന്നു കേട്ടോ. ലാൻഡിങ്ങിനുള്ള സമയമായി. അപ്പോൾ നമ്മൾ സേഫായിട്ട് ലാൻഡ് ചെയ്തു. കുറേ വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ ഫൈനലി നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഇനി എന്നെ കാണുമ്പോൾ ഉള്ള അവരുടെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.